ഇപ്പോൾ സർക്കാരിന് CPM-ന്റെ കെ കൈമാറിയത് അനിൽകുമാർ എന്നുള്ളതാണ്. നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ അനിൽകുമാർ, ഈ ഒരു വിഷയത്തിൽ സോളാർ സമര വിവാദത്തിൽ ഇപ്പോഴും മൗനത്തിലാണ്. ജോൺ ബ്രിട്ടാസ് മറുപടി പറഞ്ഞു എങ്കിൽ പോലും അത് എത്രത്തോളം ആ മറുപടിയിൽ ആ, മറുപടി തൃപ്തികരമാകും? കാരണം ഇതിൽ ഇനിയും കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ലല്ലോ. അല്ല, ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചെറിയാൻ ഫിലിപ്പ് നിരാകരിച്ചിട്ടില്ല. മാത്രമല്ല, ജോൺ ബ്രിട്ടാസ് പറയുന്ന എല്ലാ കാര്യങ്ങളെയും ചെറിയാൻ ഫിലിപ്പ് അടിവരയിടുകയാണ് ചെയ്തത്. അതോടുകൂടി പ്രതിക്കൂട്ടിലായത് ജോൺ മുണ്ടക്കയവും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ്. അവരുടെ സ്ക്രിപ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഡിമാൻഡുകൾ പരസ്യമായിരുന്നു. രഹസ്യമായ ഒരു ഡിമാൻഡും CPM-ഓ LDF-ഓ മുന്നോട്ട് വെച്ചിട്ടില്ല. പരസ്യമായ ഡിമാൻഡുകളിൽ അന്ന് നേടിയെടുക്കാവുന്നിടത്തോളം സാധിച്ചിട്ടാണ് ആ സമരത്തിൽ നിന്നും പിൻവാങ്ങുന്നത്. ഈ പിൻവാങ്ങൽ താൽക്കാലികമാണ്. നമ്മുടെ ഒരു പ്രക്ഷോഭണം നടത്തുമ്പോൾ ആ പ്രക്ഷോഭണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ രാജി എന്നിടത്താണ് നമ്മൾ ആവശ്യപ്പെട്ട് വരുന്നതെങ്കിൽ ഇന്ന് ഈ സമരരൂപത്തിൽ നേടാവുന്നതിന്റെ പരമാവധി നേടിക്കൊണ്ട് നമ്മൾ മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുന്നത് പ്രക്ഷോഭണം അവസാനിപ്പിക്കാനല്ല, പ്രക്ഷോഭണം തുടരാനാണ്. ഇതായിരുന്നു അന്ന് സഖാവ് പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഞാൻ കേട്ടയാളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് ആ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ പരിപാടികളിൽ എത്രയോ സമരങ്ങളാണ് നടന്നത്. അതുകൊണ്ട് CPM എവിടെ ഒത്തുതീർപ്പാക്കിയെന്ന് ആര് പറയുന്നത്? സോളാർ സമരത്തിന്റെ സെക്രട്ടേറിയറ്റ് വിരോധം എന്ന് പറയുന്ന ആ സമരത്തിന്റെ വിവിധ തലങ്ങളിലെ സമരങ്ങളിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായ നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെടുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ലഭ്യമായതോടുകൂടി പോരാട്ടത്തെ മറ്റൊരു തരത്തിലേക്ക് വികസിപ്പിക്കാനാകും എന്ന് കണ്ടുകൊണ്ട് ആ സമരത്തിന്റെ ശരിയായ രൂപങ്ങളെ വികസിപ്പിക്കുകയാണ് LDF ചെയ്തത്. അത് ചെയ്യുകയും അതിന്റെ ഭാഗമായി 2 ഗവൺമെന്റുകൾ കേരളത്തിൽ രൂപപ്പെടുകയും ചെയ്തു. ആ ഗവൺമെന്റുകളെ നയിക്കുന്ന കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടതുപക്ഷത്തിനോ CPM-നോ എന്തോ മറയ്ക്കാനുണ്ട് എന്ന ഒരു ആഖ്യാനം ചമയ്ക്കുന്നവര് യഥാർത്ഥത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ ശ്രീ ശക്തിപ്പെടുത്താൻ അനിൽകുമാർ, നിൽക്കുന്നവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മൗനം തുടരുന്നത്? മുതിർന്ന നേതാക്കൾ അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് മറുപടി പറയാൻ തയ്യാറാകാത്തതാണ്, പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന സ്ഥിതിക്ക് ആർക്ക് ഏത് വിശദീകരണമാണ് ഇനി കുറവുള്ളത്? ഏത് വിശദീകരണമാണ് കുറവുള്ളത്? ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ? മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടാണോ സമരം തീർത്തത്? അല്ല. മുഖ്യമന്ത്രി രാജിവെക്കണം, ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. അപ്പോൾ ആ ഘട്ടത്തില് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെടുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്ന് നേടാവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം നേടിയപ്പോൾ താൽക്കാലികമായി ഉണ്ടായിരുന്ന ഒരു സമരരൂപം നിർത്തിവെച്ചു. സെക്രട്ടേറിയറ്റ് വളഞ്ഞു വെക്കുക എന്ന സമരരൂപം നമുക്കറിയാമല്ലോ. എത്ര ദിവസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അതവിടെ നിർത്തിവെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ആ മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടി ആ മുഖ്യമന്ത്രി നിലനിൽക്കുന്നിടത്തോളം കാലം പോരാട്ടം നടത്തി. ആ പോരാട്ടത്തെ പിന്നീട് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു. ഒരു പോരാട്ടം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ രാജിവെച്ചൊഴിഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കലല്ല. അതിനാവശ്യമായ പോരാട്ടത്തിലൂടെ ജനങ്ങളെ അണിനിർത്തി അതിന്റെ ഭാഗമായി ജനവിധിയിൽ അത് പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് കണ്ടത്. അത് ജനവിധിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഇതെല്ലാം നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമാണ്. ശ്രീ അനിൽകുമാർ, അപ്പോൾ സമരം അവസാനിപ്പിക്കേണ്ടത് CPM-ന്റെ ആവശ്യമായിരുന്നു എന്ന വിമർശനം ഈ UDF ആവർത്തിക്കുന്നുണ്ട്. അത് ശരിവെക്കുന്നതാണോ ഇപ്പോൾ താങ്കൾ പറഞ്ഞത്? സമരം അവസാനിപ്പിച്ചില്ലല്ലോ, പിന്നെ അവസാനിപ്പിക്കേണ്ടത് ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടെന്ന് CPM എഴുതി കൊടുത്തോ? ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചതിന് ശേഷം സമരം തുടർന്നില്ലേ? എന്തെങ്കിലും കരാർ ഉണ്ടായിരുന്നെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങൾ എന്ന വ്യവസ്ഥ ഉണ്ടാക്കിയല്ലോ, സമരത്തെ അവസാനിപ്പിച്ചു, ഞങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചു, നിങ്ങളെന്താ പിന്നെ സമരം തുടർന്നതെന്ന് ആരെങ്കിലും ചോദിച്ചോ? ചോദിച്ചതിന്റെ കാര്യം കരാറില്ല. നമ്മുടെ നാട്ടിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാൻ വയ്യേ? നിങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കരിങ്കുടി കാണിച്ചു? എന്തുകൊണ്ടാണ് കണ്ണൂരിൽ മുഖ്യമന്ത്രി ആക്രമിച്ചു എന്നുവരെയുള്ള അപവാദങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ പ്രചരിപ്പിച്ചത്? സമരം തുടരുകയായിരുന്നു. അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്ന പോലെ രേഖാമൂലമായിട്ടോ CPM നേതൃത്വം ബന്ധപ്പെട്ട ഒരു കരാറുണ്ടായില്ല. പക്ഷെ ആ ഘട്ടത്തിൽ നേടാവുന്നതിന്റെ പരമാവധി നേടുന്നൊരു പ്രഖ്യാപനം UDF-നെ കൊണ്ട് എടുപ്പിക്കുകയും അതിന്റെ മന്ത്രിസഭാ തീരുമാനമായി വരുത്തുകയും ചെയ്തു എന്നുള്ളത് ഇടതുപക്ഷ നേതൃത്വങ്ങളുടെ രാഷ്ട്രീയ വിജയല്ലേ? അത് നഷ്ടപ്പെട്ട അതിന്റെ ജാള്യത മൂലം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അദ്ദേഹം തൊണ്ടു സഹിതം പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കൃത്യമാണ് പോയിന്റ്.
സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് മുമ്പാണോ പിമ്പാണോ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണില് തിരുവനന്തപുരം വിളിക്കുന്നത്? ഒറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് എന്തായാലും സമരം ആരംഭിക്കുമ്പോ, ഉപരോധം ആരംഭിക്കുമ്പോ തീർത്തു പോകണമെന്ന് വാശിയില്ലല്ലോ. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം ഒരു ദിവസം തീർന്നുവന്നതല്ല. കേരളത്തിലെ നിരവധി ഇടങ്ങളിൽ നിന്നും സമരബോധസേനാണ് ഇതൊക്കെ യാത്രയയപ്പ് കൊടുത്ത് ആ സമരരൂപങ്ങളുടെ എല്ലാം തുടർച്ചയായിട്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ സർക്കാർ ഞങ്ങൾ താഴേക്ക് വരാൻ തയ്യാറാണ് എന്നൊരു സന്ദേശം കൈമാറാൻ ആഗ്രഹിക്കുന്നു. ആ സന്ദേശം ചെറിയ ഫിലിപ്പ് വഴി ജോൺ ബ്രിട്ടാസിന് കൈമാറി. ജോൺ ബ്രിട്ടാസ് രാഷ്ട്രീയ നേതൃത്വത്തോട് പറഞ്ഞു. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ്? നിങ്ങൾ ഒരു മന്ത്രിസഭാ തീരുമാനമായി നിങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കൂ, മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപിക്കൂ. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കാം. അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ പ്രതികരിച്ചു. കരാർ ഉണ്ടാവാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ രാജിക്കായുള്ള സമരം തുടർന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം നമ്മുടെ നാട്ടിലാണ്, നിങ്ങൾക്ക് വ്യക്തതയില്ലേ? അതുകൊണ്ട് ഒരു ഡീലുമില്ല, കരാറുമില്ല. അന്നത്തെ ഭരണപക്ഷം ആ സമരത്തിനകത്ത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവർ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഉൾപ്പെടുന്ന ഒരു അന്വേഷണത്തിന് സമ്മതിച്ചു. അപ്പൊ അത്രത്തോളം വിജയം വളരെ പ്രധാനമാണെന്ന് ഞങ്ങൾ കണ്ടു. ഇതാണ് ഉണ്ടായത്.